नीलाञ्जनसमाभासं रविपुत्रं यमाग्रजं छायामार्तण्डसम्भूतं तं नमामि शनैश्चरम्. സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദൈവലോകമാതാവേ ശരണമയ്യപ്പ. മണികണ്ഠസ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ മൈലക്കൊട്ടത്തുമന എൻ രജികുമാർ നീലകണ്ഠൻ നമ്പൂതിരി, മുൻ മാളികപ്പുറം മേൽശാന്തി. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഇന്ന് പറയാൻ പോണത് ഒട്ടനവധി തവണ പലതവണ കേട്ടതായിരിക്കും. ശനിദേവനെക്കുറിച്ചും ശനീശ്വര മന്ത്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ശനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയമാണ്. എന്നാൽ വളരെ അനുഗ്രഹം തരണ ഭഗവാനാണ് ശനിദേവൻ. അനുഗ്രഹപ്രദായകനാണ്. അനുഗ്രഹം തരാൻ സന്നദ്ധനായിട്ടുള്ള ഒരു ഭഗവാനാണ് ശനിദേവൻ. ഈ ശനീശ്വരൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശനി ഭഗവാൻ വളരെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ മന്ദൻ എന്നാണ് അറിയണത്. ഈ ജ്യോതിഷത്തിൽ ശനിയെ പാപഗ്രഹം അല്ലെങ്കിൽ ദോഷകരമായ ഗ്രഹമായിട്ടൊക്കെ കണക്കാക്കപ്പെടുന്നുണ്ട്. ആ ശനി പോകുന്ന കാലഘട്ടത്തിൽ കർമ്മത്തിൻ്റെ കാരകൻ കൂടിയാണ് ശനീശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ ശനീശ്വരൻ വളരെ സ്ലോവിലാണ് പോണത് എന്നുള്ളത് കൊണ്ടും ഒക്കെ തന്നെയാണിത്. എന്നാൽ ഈ ശനി ഭഗവാനെ ഇത്ര കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ശനി ഭഗവാൻ ഏഴരശനിയാണ്, കണ്ടകശനിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിച്ചാൽ പേടിക്കേണ്ട ഒരവസ്ഥയല്ല ശനി എന്നുള്ളത്. ഒരു ഭഗവാനും ഒരു ഈശ്വരനും നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടില്ല. ആ ഭഗവാനെ ഒന്ന് പ്രീതിപ്പെടുത്തിയാൽ, ഭഗവാനെ ശനീശ്വരനെ പ്രീതിപ്പെടുത്തിയാൽ അതിൻ്റെ ഗുണം നമുക്ക് ഒരുപാടുണ്ടാകും. എല്ലാ നാളുകാർക്കും എല്ലാവർക്കും ഈ ഏഴരശനിയും കണ്ടകശനിയും ഒക്കെ എല്ലാ നാളുകാർക്കും കടന്നു പോകും. ജീവിതത്തിൽ എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ടാവണതാണ്. ഒരാൾക്ക് മാത്രമായിട്ട് ഉണ്ടാവണമെന്നല്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം, ഇല്ലേ? പുതുന്നവൻ വെള്ളം കുടിക്കണം എന്നൊക്കെ പറയില്ല. അതുപോലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. അത് ശനി ഭഗവാന്റെ കുറ്റം മാത്രമല്ല. അപ്പോൾ ഈ ശനീശ്വരനെ പ്രീതിപ്പെടുത്തണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ജ്യോതിഷത്തിൽ ശനിയെ പാപഗ്രഹ അല്ലെങ്കിൽ ദോഷഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ശനിയെ കൃഷ്ണവർണ്ണം, അതായത് ഇരുണ്ട നിറമുള്ള ഗ്രഹം എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. പടിഞ്ഞാറ് ശനീശ്വരൻ നവഗ്രഹത്തിലെ ശനിക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ശനിദേവൻ്റെ ദിശയായിട്ട് പറയുന്നത്. നീതിയുടെ ദേവനാണ്. ഒരാളുടെ പ്രവൃത്തികൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കണക്കാക്കി അയാൾക്ക് നല്ല കാര്യമാണെങ്കിൽ നല്ലത് കിട്ടും, ചീത്തയായാൽ ചീത്തയായ ഫലങ്ങളും തീർച്ചയായിട്ടും കിട്ടുകയനുസരിച്ച്. പുരാണത്തിൽ പറയണത് സൂര്യൻ്റെയും ഛായാദേവിയുടെയും മകനാണ് ശനിദേവൻ. ലോകത്തിലെ നീതി ലഭ്യമാക്കാനുള്ള ഉത്തരവാദിത്തം ഈ ശനിദേവനാണ് പരമശിവൻ നൽകിയിരിക്കുന്നത്. ശനിദേവൻ ഒരു നിഷ്പക്ഷനായ വിധികർത്താവാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിഷ്പക്ഷമായിട്ട് അദ്ദേഹം നല്ല കാര്യങ്ങളാണെങ്കിൽ നല്ലത്, നമ്മൾ നല്ല ചെയ്താൽ നല്ലത് കിട്ടും, മോശമായിട്ടാണ് പ്രവർത്തിക്കണമെങ്കിലോ മോശമായ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഈ ശനിദോഷം, ഏഴരശനി, കണ്ടകശനിയൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ പെടാൻ തോന്നും. വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ വരും. അത്തരത്തിലുള്ള ചിന്തകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തുക, ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക. അതായത് ശനി ദശയിൽ ജനിച്ചവർ, ശനിയുടെ അപഹാരകാലം നടക്കുന്നവർ, ഏഴരശനി ഉള്ളവർ, കണ്ടകശനി ഉള്ളവരൊക്കെ ഈ ശനീശ്വര മന്ത്രം ദിവസവും ജപിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. അതിനനുസരിച്ച് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും. ഈ ശനിദോഷം എന്നുള്ള ആ ഭയം മാറുകയും ചെയ്യും. അപ്പോൾ വളരെ ലളിതമായ ഒരു മന്ത്രമാണ് എന്ന് പറയുന്നത് ശനീശ്വര ഭഗവാന്റെ ഗായത്രിയാണ്. അതിപ്രകാരമാണ്: ഓം സൂര്യപുത്രായ വിദ്മഹേ ശനീശ്വരായ ധീമഹി തന്നോ മന്ദപ്രചോദയാത്. ഓം സൂര്യപുത്രായ വിദ്മഹേ ശനീശ്വരായ ധീമഹി തന്നോ മന്ദപ്രചോദയാത്. ഓം സൂര്യപുത്രായ വിദ്മഹേ ശനീശ്വരായ ധീമഹി തന്നോ മന്ദപ്രചോദയാത്. ഈ മന്ത്രം ഒരു 21 പ്രാവശ്യം ദിവസവും കാലത്ത് ശുദ്ധമായി കുളി കഴിഞ്ഞ് ശുദ്ധമായിട്ട് വിളക്കിൻ്റെ മുമ്പിലിരുന്നു 21 പ്രാവശ്യം ജപിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക. എനിക്ക് ശനിയാണല്ലോ, ഏഴരശനിയാണല്ലോ, കണ്ടകശനിയാണെന്നുള്ള ഭയത്തിനെ മാറ്റി നിർത്തിയിട്ട് ഈ മന്ത്രം ജപിച്ച് സധൈര്യം നമ്മൾ മുന്നോട്ട് പോവുക. ഭഗവാന്റെ അനുഗ്രഹം, ശനീശ്വര ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. இன்றைக்கி நம்ம சொல்ல போகிறது, சனி என்று கேட்கும் போதே எல்லாத்துக்குமே பயம்.
சனீஸ்வரன் பெரிய பாவம் செஞ்சுடுவாங்க, எல்லாருக்குமே மோசமாக செஞ்சுடுவாங்க அப்படி நினச்சிட்டு பயப்படுத்தி வச்சுருக்காங்க. ஏழரை சனின்னு கேட்பாங்க, கண்டக சனின்னு கேட்பாங்க. எல்லாம் கேட்கும்போது பெரிய பயம் வருது. 2ലും 12ലും ജന്മത്തിലും എല്ലാം ശനി പോകുമ്പോൾ ഏഴര ശനിയും சொல்லுவாங்க. 4, 7, 10 பாவத்தில் எல்லாம் போகும்போது கண்டக சனி എന്നெல்லாம் சொல்லுவாங்க. இப்படி பயத்தில் சனி என்று சொல்லும் போதே பயம் வருது. ஆனால் பகவான் ரொம்ப அனுகிரகம் தரண ஆள். இந்த லோகத்தில் நீதி சத்தியம் நடப்பாக்குறது பகவானுக்கு, பரமசிவன் பகவானுக்கு அந்த சனீஸ்வரனுக்கு தான் அந்த பொறுப்பு கொடுத்துருக்கு, இந்த நீதி நடப்பாக்கிறதுக்கு. பகவான் சனீஸ்வரன் சூரியதேவன்டையும் ഛായാദേവിയുടെയും புத்திரன் மகன் என்று சொல்கிறோம். அப்போ இந்த பகவானுக்கு அனுகிரகம் கிடைக்கிறதுக்கு நல்ல பிரார்த்தனை பண்ணியால் பகவான் நல்ல அனுகிரகம் நமக்கு தருவாங்க. ஒரு கடவுளும் நமக்கு துரோகம் பண்ணுறதுக்கு உள்ளதல்ல, அது மனசுலேயும் நம்ம முதல்ல நினைக்கணும். யாருக்கும் துரோகம் பண்ணுறதுக்கல்ல ஒரு கடவுளும் இருக்கிறது. நம்ம மோசம் செஞ்சால், தெற்று செஞ்சுட்டா அதுக்கு சிக்ஷை கிடப்பாங்க, அதுக்கு ரிசல்ட்டு மோசமாக தான் வருவாங்க. நல்லது செஞ்சால் நல்லது கிடப்பாங்க. அப்போ அதனால் சனி தோஷம் இருக்கிறாக்கள், கண்டக சனி, ஏழரை சனி, சனி திசையில் பிறந்தவர், சனிக்கு அபகாரம் நடக்கினவர் எல்லாமே இந்த மந்திரம், சிம்பிளான மந்திரம் தான், ஒரு 21 வாட்டி ஜெபம் பண்ணுங்க, உங்களுக்கு நல்ல ரிசல்ட் கிடப்பாங்க. அந்த மந்திரம் இப்படி தான்: ஓம் சூரியபுத்திராய வித்மஹே சனீஸ்வராய தீமஹி தன்னோ மந்த பிரச்சோதயாத். ஓம் சூரியபுத்திராய வித்மஹே சனீஸ்வராய தீமஹி தன்னோ மந்த பிரச்சோதயாத். இந்த மந்திரம் ஒரு 21 வாட்டி ஜபம் பண்ணுங்க. பகவான் அனுகிரகம் எல்லாருக்கும் கிடைக்கட்டும். स्वामी शरणमय्यप्पा, मालयपुरतम देवी लोग माधव शरणमय्यप्पा। आज हम बात करते हैं शनिदेव के बारे में। सभी आदमी को बहुत बड़ा भय है शनीश्वर का। पहले हम समझना है कोई भी भगवान, कोई भी देवी माता, वो सब में किसी को भी द्रोह नहीं करेगा। हमारे मन के अंदर की प्रॉब्लम है, सभी शत्रुता हमको आता है, सभी प्रॉब्लम्स हमको ज़्यादा आने की एक चांस है, हमारा मन है, हमको भय होता है। ये शनि दोष आएगा तो बहुत बड़ा भय, शनि दोष है, हमको शनि दोष है, सभी प्रॉब्लम आता है, सभी प्रॉब्लम शुरू होते हैं, ऐसे कुछ भी नहीं। शनि भगवान किसी को द्रोह भी नहीं करेगा। भगवान को मंद देवन बोलेगा, मंद बोलेगा, क्योंकि वो बड़ा स्लो से जाता है, इसलिए ऐसे बोलते हैं। भगवान सूर्यदेव को और छाया देवी का पुत्र है शनीश्वर। शनीश्वर भगवान को अच्छा पूजा करेगा, उसका अच्छा नाम जप करेगा तो वो बहुत अच्छा अनुग्रह हमको देगा, हमारा जीवित लाइफ में अच्छा रास्ता दिखा देगा। वो भगवान के लिए, वो शनीश्वर भगवान के लिए शनीश्वर मंत्र, शनीश्वरी गायत्री है आज हम बात करते हैं। ये शनीश्वरी गायत्री 21 टाइम हम डेली जपम कीजिए, आपको भगवान अच्छा रास्ता दिखा देगा, हमारे सभी प्रॉब्लम निकालेगा, शनि दोष सब निकाल जाएगा। ये शनि की अबहार चलने वाले आदमियों ने, शनि दशा में पैदा हुआ आदमियों ने, वो सब लोगों को शनि दोष सभी किसी को भी, वो सबको ये मंत्र जपम कीजिए, बहुत अच्छा रिजल्ट मिलेगा। ये ऐसे मंत्र है, शनीश्वर भगवान का गायत्री है। ओम सूर्यपुत्राय विद्महे शनीश्वराय धीमहि तन्नो मंद प्रचोदयात्। ओम सूर्यपुत्राय विद्महे शनीश्वराय धीमहि तन्नो मंद प्रचोदयात्। ओम सूर्यपुत्राय विद्महे शनीश्वराय धीमहि तन्नो मंद प्रचोदयात्। ये मंत्र डेली जपम कीजिए, आप सबको भगवान की शनीश्वर का, शनिदेव का अनुग्रह मिलेगा।